നിർഭാഗ്യത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് KVN പ്രൊഡക്ഷൻസ് ആണ്. രണ്ട് വമ്പൻ സിനിമകൾ ഷൂട്ട് പൂർത്തിയായിട്ടും തിയേറ്ററുകളിൽ എത്തിക്കാൻ നിർമ്മാതാക്കൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. വിജയെ നായകനാക്കി 450 കോടി ബജറ്റിലൊരുക്കിയ ജനനായകനും കന്നഡ സൂപ്പർ സ്റ്റാർ യാഷിനെ നായകനാക്കി 600 കോടി ബജറ്റിലൊരുക്കിയ ടോക്സിക്കും റിലീസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. സെൻസർ ബോർഡിന്റെ അനാവശ്യ ഇടപെടൽ കാരണമാണ് ജനനായകന്റെ റിലീസ് നീണ്ടുപോയത്. കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി വരണമെങ്കിൽ ഏപ്രിൽ വരെ കാത്തിരിക്കേണ്ടി വരുമെന്നതിനാൽ നിർമ്മാതാക്കൾ കേസ് പിൻവലിക്കുകയും ചെയ്തു. ഗൾഫ് മേഖലയിൽ നടക്കുന്ന യുദ്ധ സാഹചര്യം കാരണമാണ് ടോക്സിക്കിന്റെ റിലീസ് മാറ്റിവെക്കേണ്ടി വന്നത്. കന്നഡ, ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം എന്നിങ്ങനെ നിരവധി ഭാഷകളിൽ KVN പ്രൊഡക്ഷൻസ് നിർമ്മാണം നടത്തുന്നുണ്ട്. രണ്ട് വ്യത്യസ്ത ഭാഷയിൽ ഒരുക്കിയ മാസ് സിനിമകൾ റിലീസ് ചെയ്യാനാകാത്ത അപൂർവ സാഹചര്യമാണ് KVN പ്രൊഡക്ഷൻസിന് നേരിടേണ്ടി വരുന്നത്. എന്നാൽ ഈ പ്രതിസന്ധിയിലും തങ്ങളുടെ മറ്റൊരു ചിത്രം പുറത്തിറക്കാൻ നിർമ്മാതാക്കൾ പദ്ധതിയിടുന്നുണ്ട്. ടോക്സിക് റിലീസ് ചെയ്യാനിരുന്ന മാർച്ച് 19-ന് തെലുങ്ക് ചിത്രം ലവ് മോക്ടെയിൽ 3 പ്രദർശനത്തിനെത്തും. ഡാർലിംഗ് കൃഷ്ണ സംവിധാനം ചെയ്ത് നായകനായി എത്തുന്ന ലവ് മോക്ടെയിലിന്റെ ആദ്യ 2 ഭാഗങ്ങളും മികച്ച വിജയം സ്വന്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് മൂന്നാം ഭാഗത്തിന്റെ നിർമ്മാണം ഇന്ത്യയിലെ വമ്പൻ നിർമ്മാണ കമ്പനി ഏറ്റെടുത്തത്. കരിയറിൽ ആദ്യമായാണ് വിജയുടെ ഒരു സിനിമയുടെ റിലീസ് അനിശ്ചിതത്വമായി ഇങ്ങനെ നീണ്ടുപോകുന്നത്. ഈ വർഷം ജനുവരിയിൽ റിലീസ് ചെയ്യേണ്ട ജനനായകൻ ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ 2 ദിവസം ബാക്കി നിൽക്കെയാണ് റിലീസ് മാറ്റിവെച്ചത്. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ ജനനായകന്റെ റിലീസ് വീണ്ടും നീണ്ടുപോകുമെന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇതിനു മുമ്പ് സിനിമ റിലീസ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ വന്നെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ജനനായകൻ കാണണമെന്ന് സെൻസർ ബോർഡ് അറിയിച്ചു കഴിഞ്ഞു. മാർച്ച് 9-നാണ് ജനനായകന്റെ പ്രത്യേക സ്ക്രീനിംഗ് തീരുമാനിച്ചിരിക്കുന്നത്. സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ അംഗീകരിച്ചാൽ ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചിത്രം റിലീസ് ചെയ്യിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ഒരു ലോങ് റണ്ണായി ജനനായകനെ നിർമ്മാതാക്കൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ചിത്രം മാർച്ച് 19-ന് റിലീസ് ചെയ്യാം. എന്നാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ റിലീസ് വീണ്ടും നീട്ടേണ്ടി വരും. ഇങ്ങനെ KVN പ്രൊഡക്ഷൻസിന് തീരാത്ത പ്രതിസന്ധികളുടെ കാലഘട്ടമാണിത്. 1000 കോടിയിലേറെ ചെലവിൽ നിർമ്മിച്ച 2 ബിഗ് ബജറ്റ് ചിത്രങ്ങൾ, എണ്ണം പറഞ്ഞ കാസ്റ്റ്, പ്രേക്ഷകർ അക്ഷരാർത്ഥത്തിൽ വെയിറ്റ് ചെയ്യുന്ന 2 വമ്പൻ പടങ്ങളാണ് റിലീസ് ആവാതെ അനിശ്ചിതത്വത്തിൽ തുടരുന്നത്. പ്രതിസന്ധികളെല്ലാം മറികടന്ന് KVN പ്രൊഡക്ഷൻസിന് തിയേറ്ററിൽ ആധിപത്യം നിലനിർത്താൻ കഴിയുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.